ഡോക്ടർ കെ ജയപ്രസാദ്, നോക്കൂ, ഈ അമേരിക്ക എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇപ്പോൾ യുക്രൈനെ കീഴടക്കാൻ അവസരം കാത്തിരിക്കുന്ന റഷ്യ ഒരു വശത്തുണ്ട്, തായ്വാനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ചൈനയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ പുതിയ കാല ലോകക്രമത്തിൽ അമേരിക്ക ഒരു തെറ്റായ സന്ദേശമാണോ നൽകിയത്? നമ്മളിവിടെ കേവലം അമേരിക്കയോടുള്ള എതിർപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈ വിഷയത്തെ കാണുന്നതിന് എനിക്ക് താല്പര്യമുള്ള ഒരാളല്ല. കാരണം ഓരോ വിഷയത്തെയും അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ വേണം നമ്മൾ കാണേണ്ടത്. നമുക്ക് സെലക്റ്റീവായിട്ട് മാത്രം നമുക്ക് വിയോജിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് 1979 അവസാനം അല്ലെങ്കിൽ 80 ആകുമ്പോഴത്തേക്കും ലോകരാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിച്ച അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദത്തിന് അവസരം ഒരുക്കി കൊടുത്തത് സോവിയറ്റ് യൂണിയൻ, കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയൻ്റെ അഫ്ഗാനിസ്ഥാനിലെ ഇടപെടലാണ്. ഇന്ന് നമ്മൾ പറയുന്നത് ഇതുപോലെ തന്നെയാണ്. അഫ്ഗാനിസ്ഥാനിൽ വളരെ ശാന്തസുന്ദരമായ ഒരു രാജ്യം, യാതൊരു തരത്തിലുള്ള മതാന്തതയുമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ചെമ്പട കടന്നു കയറി എല്ലാ മൂല്യങ്ങളെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് 1980 ആരംഭിക്കുമ്പോഴത്തേക്കും അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് പിടിച്ചടക്കുന്നത്. എന്നിട്ട് അവരുടെ പാപ ഗവൺമെൻറ്റിനെ അവിടെ നിയോഗിച്ചു. അന്ന് ഇന്ത്യയിലെ ഇടതുപക്ഷവും ഇന്ത്യയുടെ ഭരണകൂടവും ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ളവരാരും തന്നെ സോവിയറ്റ് യൂണിയനെ തള്ളിപ്പറയാൻ തയ്യാറായില്ല. ഐക്യരാഷ്ട്ര സംഘടനയിൽ അതുപോലെ തന്നെ ഈവൻ നമ്മുടെ നോൺ അലൈൻമെൻറ്റ് സമ്മിറ്റിൽ പോലും, ഡൽഹിയിൽ നടന്ന സമ്മിറ്റിൽ വന്നപ്പോഴും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിദേശ ശക്തികൾ പുറത്തു പോകണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നീട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഡെലിഗേറ്റ്സിനെ അഫ്ഗാനിസ്ഥാനിൽ അയക്കുകയും അവിടെയെല്ലാം വളരെ സുഖമാണ്, ജനാധിപത്യമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ അതിനിടയിൽ നമ്മുടെ റിട്ടയർഡ് ജസ്റ്റിസ് നമ്മുടെ VR കൃഷ്ണയ്യരുടെ ഒരു ടീം പോയിരുന്നു. അദ്ദേഹവും അവിടെ പോയിട്ട് വന്ന് പറഞ്ഞു അവിടെ വളരെ നല്ല രീതിയിൽ ജനങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു. ഇതിന് സമാന്തരമായിട്ടാണ് അമേരിക്ക താലിബാനെ രൂപപ്പെടുത്തി അതിനെതിരായ തീവ്രവാദത്തെ ശക്തീകരിച്ചുകൊണ്ട് അതിനെതിരായി സോവിയറ്റ് യൂണിയനെതിരായ ഒരു അധിനിവേശത്തിനെതിരായ സമരം നടത്തുന്നത്. അപ്പോൾ നമ്മളെ കേരളത്തിലെ ഇടതുപക്ഷമാണെങ്കിൽ ഇന്ത്യയിലെ ഇടതുപക്ഷവും എല്ലാ കാലഘട്ടത്തിലും ഈ രണ്ട് മുഖം അവർ കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന് 1950 ടിബറ്റ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വളരെ സമാധാനപ്രിയരായിട്ടുള്ള, ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കപ്പെടാത്ത, സ്വന്തമായൊരു സേന പോലും ഇല്ലാത്ത ഒരു രാജ്യം 1914 മുതൽ ബ്രിട്ടീഷ് ടിബറ്റ് കരാർ പ്രകാരം ഒരു ആഗോളതലത്തിൽ സ്വതന്ത്രമായി നിന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ച് ബ്രിട്ടീഷുകാർ പുറത്തു പോകുമ്പോഴത്തേക്കും അവരുടെ വിദേശ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇന്ത്യ ഏർപ്പെടുത്തും. പക്ഷേ ഇന്ത്യ ചതിച്ചതിൻ്റെ ഫലമായിട്ടാണ് നെഹ്റുവിൻ്റെ സർക്കാർ അന്ന് പിന്തുണ കൊടുത്തുകൊണ്ടാണ് അന്ന് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ടിബറ്റിനെ പിടിച്ചടക്കുന്നു. 59 ആകുമ്പോഴത്തേക്കും ദലൈലാമയ്ക്ക് ഇന്ത്യയിൽ അഭയം തേടേണ്ടി വന്നു. ലക്ഷക്കണക്കിന് ടിബറ്റൻസിനെയാണ് കൊന്നൊടുക്കിയത്. ഇന്നും ലക്ഷക്കണക്കിന് ടിബറ്റൻസ് അഭയാർത്ഥികളായി കഴിയാണ്. ഇതുവരെയായിട്ട് ഇന്ത്യയിലെ ഇടതുപക്ഷം അതിനുവേണ്ടി ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അതുപോലെ നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഇപ്പം എന്താണോ അമേരിക്ക കാണിക്കുന്നത് അതേ നടപടികൾ, എൻ്റെ കയ്യിൽ എൻ്റെ ഒരു നീണ്ട ലിസ്റ്റുണ്ട്. സോവിയറ്റ് യൂണിയൻ, കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയൻ ലോക സമൂഹത്തിൽ ഇടപെട്ടത്. അതിനുശേഷം നമ്മൾ കാണുന്നതാണ് ഉക്രൈനെ റഷ്യ ആക്രമിക്കുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഗോളതലത്തിൽ ഇൻ്റർനാഷണൽ ലോ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ഇടപെടലുകൾ, അത് ഇവിടെ സൂചിപ്പിച്ച ചൈനയുടേതും റഷ്യയുടേതും അല്ലെങ്കിൽ പഴയ കമ്മ്യൂണിസ്റ്റ് റഷ്യയുടേതും അമേരിക്കയും ഒരുപോലെ എതിർക്കപ്പെടണം. ഞാനിതിനെ കാണുന്നത് കഴിഞ്ഞ 27 വർഷമായിട്ട് ഒരു ജനത അനുഭവിക്കുന്ന പീഡനങ്ങൾ, സൗത്ത് അമേരിക്കയിൽ അല്ലെങ്കിൽ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമാകേണ്ട ഒരു രാജ്യം, ആ രാജ്യം ഒരു വളരെ വികലമായ ഒരു സോഷ്യലിസ്റ്റ് ഫോർമുലയാണ്. അയാളൊരു സോഷ്യലിസ്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള തിയറിയുമായിട്ട് വന്നിട്ട് ആ തരത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന മഡ്രോയുടെ ഭരണത്തെ മാത്രമല്ല നമ്മൾ കാണേണ്ടത്. അതിനു മുമ്പ് ചാവേസ് നശിപ്പിച്ച ഒരു സമ്പദ് വ്യവസ്ഥയുണ്ട്. അതിൽ ഉപരോധങ്ങൾക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ അത് ആ ഭരണാധികാരികളുടെ കഴിവുകേട് കൂടെ കൊണ്ടാണ്. കാരണം അതിന് ജനഹിതം അനുസരിച്ചല്ല ഭരിച്ചത്. അപ്പോൾ ശക്തി ഉപയോഗിച്ചു. അതേസമയം തന്നെ എങ്ങനെയാണ് മയക്കുമരുന്ന് വ്യാപാരത്തിന് ഈ രാജ്യം ഇടനിലക്കാരായി മാറിയത്. അപ്പോൾ നമ്മൾ പറയുന്ന തരത്തിൽ സൗത്ത് അമേരിക്കയിലെ കൊളംബിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അപ്പം തൊട്ടടുത്ത് ക്യൂബയുണ്ട്. അപ്പോൾ ഈ മേഖലയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മയക്കുമരുന്നിനെതിരായിട്ട് ഒരു തരത്തിലുള്ള മുന്നേറ്റം നടത്തില്ല. അമേരിക്കയുടെ നിലപാടുകൾ ഞാൻ 100% എതിർക്കുന്ന ഒരാളാണ്.
പക്ഷേ ഞാൻ അതിൻ്റെ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന അവരുടെ കഷ്ടപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മോചനം ലഭിച്ചതെന്നേ ഉള്ളൂ. അതിൽ നമ്മൾ ഈ സമയത്ത് മാത്രം ആഗോളതലത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളെ നമ്മൾ പറയുകയും, ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ഇടതുപക്ഷം അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇടതുപക്ഷം ഉക്രൈനിലെ റഷ്യയുടെ, അപ്പോൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് റഷ്യ അല്ലെന്ന് ഓർക്കണം, ഉക്രൈനിലെ റഷ്യയുടെ ഇടപെടലിനെതിരായിട്ട് യാതൊരു തരത്തിലുമുള്ള ഇതുപോലെയുള്ള ജനകീയ മുന്നേറ്റങ്ങൾ നടത്തിയില്ല, അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തിയില്ല. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഇതൊരു അസുഖമായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് ഗാസയിൽ കത്തിക്കും, പഹൽഗാമിൽ കത്തിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതിൻ്റെ സെലക്റ്റീവായിട്ട്, ഇപ്പോൾ ഈ സെബാസ്റ്റ്യൻ പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഏകപക്ഷീയമായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നും. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് നമ്മൾ അപലപിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഇന്ന് ആധുനിക ലോകം കാണുന്ന തരത്തിലുള്ള ഒരു വേൾഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു തരത്തിൽ ഒരു അന്താരാഷ്ട്ര നിയമാവലി. അതൊരു നിയമത്തിൻ്റേതായ ഡെഫിനിഷനിൽ പറയാൻ കഴിയില്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഒരു അന്താരാഷ്ട്ര നിയമം എന്ന് പറയാൻ പറ്റാം. പക്ഷേ ആ നിയമാവലി ആരാണ് ലംഘിച്ചത്? ഐക്യരാഷ്ട്രസഭയിലെ 5 പെർമനൻ്റ് അംഗങ്ങളും നിരന്തരമായിട്ട്. അപ്പോൾ നമ്മൾ കേവലം അമേരിക്ക മാത്രമല്ല, അമേരിക്ക എന്തൊക്കെ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് മറ്റു തരത്തിലുള്ള ഇടപെടൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്രാൻസ് സിറിയയിലാണെങ്കിലും അല്ലെങ്കിൽ ഇറാഖിലാണെങ്കിലും അല്ലെങ്കിൽ വെസ്റ്റ് ആഫ്രിക്കയിലാണെങ്കിലും ഫ്രാൻസിൻ്റെ നിരന്തരമായ ഇടപെടലുണ്ടായിട്ടുണ്ട്, ബ്രിട്ടൻ്റെ ഇടപെടലുണ്ടായിട്ടുണ്ട്, അതുപോലെ ചൈനയുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. കാരണം അവർക്ക് വീറ്റോ അധികാരമുള്ളത് കൊണ്ട് തന്നെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇടപെടലുണ്ടാവും. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഐക്യരാഷ്ട്ര സംഘടനയുടെ നിയമപ്രകാരം 2 തരത്തിൽ നമുക്കിതിനെ ന്യായീകരിക്കാം, എതിർക്കാം. ഒന്ന്, ആർട്ടിക്കിൾ 2 പ്രകാരം ഒരു രാജ്യം വേറൊരു രാജ്യത്തിൽ കടന്നു കയറാൻ പാടില്ല, സൈനികമായിട്ടാണെങ്കിലും ഭീഷണിയും പെടുത്താൻ പാടില്ല, സൈനികമായും കടന്നു കയറാൻ. രണ്ടാമത്, ആർട്ടിക്കിൾ 51 പ്രകാരം സെൽഫ് ഡിഫെൻസ് എന്നുള്ളതിൽ കളക്റ്റീവ് സെൽഫ് ഡിഫെൻസും ഉണ്ട്, വ്യക്തിപരമായ ഡിഫെൻസും അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്ക പറയുന്നത് അമേരിക്കയുടെ സെൽഫ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കയിലേക്ക് വ്യാപിക്കുന്ന വലിയ തരത്തിലുള്ള മയക്കുമരുന്നിനെതിരായ അല്ലെങ്കിൽ അത് ടെററിസം അല്ലെങ്കിൽ നാർക്കോട്ടിക് ടെററിസത്തിനെതിരായിട്ടുള്ള ഇത് ഈ ആഴ്ചയിലല്ല, അതൊരു കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ ആരോപിക്കുന്നതാണ് നിരന്തരമായിട്ട്. അപ്പം ഈ 2020 ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾക്ക് തുടക്കം കുറിക്കുന്നത്. ആ തരത്തിൽ അവരും ആഗോളതലത്തിൽ അവരുടെ നിയമാവലി, ഇപ്പോൾ അമേരിക്ക പറയുന്നത് നിയമം അനുസരിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് ആഗോളതലത്തിൽ അനുവദനീയമായ സെൽഫ് ഡിഫെൻസ്, എൻ്റെ രാജ്യത്തെ സംരക്ഷിക്കാൻ, മയക്കുമരുന്ന് ഭീകരവാദികളിൽ നിന്ന് എൻ്റെ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്, ഞാനൊരു വേറൊരു രാജ്യത്തിലെ ക്രിമിനലിനാണ് അറസ്റ്റ് ചെയ്യുന്നത് പറയുന്നത്, അത് നിയമത്തിൻ്റെ തലത്തിൽ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഇന്ത്യയെ പോലെ ഒരു രാജ്യം നമ്മൾ ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കുമ്പോൾ നമ്മൾ ഒരു സ്റ്റാൻഡ് ഉണ്ടാവണം. ഒന്നുകിൽ നിങ്ങൾ ആഗോള നിയമങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വ്യാഖ്യാനിക്കണം, അല്ലെങ്കിൽ അവിടുത്തെ ജനഹിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കണം. ഞാനൊരു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിലെ സ്റ്റുഡൻ്റ് എന്നുള്ള തലത്തിൽ ഇവിടെ ഇൻ്റർനാഷണൽ ലോ എന്നുള്ള പറയുന്നത് വൻ ശക്തികൾക്ക് ഒരു കാലഘട്ടത്തിലും ബാധകമായതല്ല. പക്ഷേ ഞാനതുകൊണ്ടാണ് ഇതിനെ അവിടുത്തെ ജനങ്ങളുടെ ഹിതമനുസരിച്ച് കൊണ്ടാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത്. അവർക്കൊരു മോചനം 27 വർഷങ്ങൾക്ക് മുമ്പ് മോചനം ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ രാജ്യം മുന്നോട്ട് പോകണമെങ്കിൽ കുറഞ്ഞത് 25 വർഷം വേണം അവർക്ക് ഒരു വികസിത രാജ്യമായിട്ട്, സമ്പത്തുള്ള രാജ്യമായി മാറാൻ.